യെസ്, ഇപ്പോൾ ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്ഥലത്ത് വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ഹോമിന്റെ മുൻപിലാണ് ഇപ്പോൾ പ്രതിഷേധം. MSF-ഉം KSU പ്രവർത്തകരുമാണ് പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ തിങ്കളാഴ്ച SSLC പരീക്ഷ ആരംഭിച്ച അന്ന് തന്നെ പ്രതികൾ പരീക്ഷ എഴുതിയ ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സമാനമായി ഇന്നും SSLC രണ്ടാം പരീക്ഷാ ദിനമാണ്. ഈ ദിവസവും വലിയ പ്രതിഷേധവുമായി MSF പ്രവർത്തകരാണ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയെന്ന് മനസ്സിലാക്കുന്നു. പോലീസുമായി വലിയ ഉന്തും തള്ളുമുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിൽ രാവിലെ തന്നെ വലിയ പോലീസിന്റെ സുരക്ഷയുണ്ടായിരുന്നു. ആ സ്ഥലത്ത് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിൽ തന്നെയാണ് ഇന്ന് SSLC പരീക്ഷയുടെ രണ്ടാം ദിവസമായ ഇന്ന് വലിയ പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളും നടത്തുകയാണ്. MSF പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കാണുന്നത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. മുദ്രാവാക്യ വിളികളുമായി വലിയ പ്രതിഷേധമാണ് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിൽ നടക്കുന്നത്. കോഴിക്കോട് വെള്ളിമാടത്ത് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിലാണ് ഈ വലിയ പ്രതിഷേധം. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് MSF മാർച്ചിൽ വലിയ സംഘർഷം. KSU MSF മാർച്ചാണ് നടക്കുന്നത്. പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ തർക്കം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. സമാനമായി ഇന്നും SSLC രണ്ടാം പരീക്ഷാ ദിനത്തിൽ MSF KSU പ്രവർത്തകരുടെ മാർച്ച് പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും സജീവ് സി വാര്യർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജീവ്, സമാനമായ രണ്ടാം ദിവസവും ജുവനൈൽ ഹോമിന് മുൻപിൽ വലിയ പ്രതിഷേധം അല്ലെ? ശ്രീജ, കാര്യമായ പ്രതിഷേധങ്ങൾ തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും MSF, SFI, KSU പ്രവർത്തകരുടെ മാർച്ചാണ് നടന്നത്. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. റോഡിൽ കിടന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഘട്ടമുണ്ടായി. വെള്ളിമാടുകുന്ന് ഈ പാതയിൽ ഗതാഗതം നേരിയ തോതിൽ സ്തംഭിച്ചിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. ബലം പ്രയോഗിച്ച് മാറ്റേണ്ട അവസ്ഥയിലാണ്. വലിയ തോതിലുള്ളൊരു പ്രതിഷേധമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യ പരീക്ഷാ ദിവസവും ഇതുപോലെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിനകത്ത് പ്രത്യേകം തയ്യാറാക്കിയ പരീക്ഷാ കേന്ദ്രത്തിലാണ് കുട്ടികളുടെ പരീക്ഷ നടക്കുന്നത്. ഇന്ന് 6ാമത്തെ പ്രതിയും പരീക്ഷ എഴുതുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. ഷഹബാസിന് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തകരുടെ മാർച്ച്. അതേസമയം അവരുടെ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളായ കുട്ടികളും എല്ലാം തന്നെ സങ്കടക്കടലിൽ നിൽക്കുമ്പോൾ ഇവർക്ക് പരീക്ഷയ്ക്ക് സംരക്ഷണം നിഷേധം
പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ജുവനൈൽ കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ പരീക്ഷ നടക്കുന്നത്. പരീക്ഷ എഴുതാൻ ജുവനൈൽ ബോർഡും ജുവനൈൽ കോടതിയും അനുമതി നൽകിയിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം പരീക്ഷ ഏർപ്പെടുത്തുന്നതിനും അനുമതി ലഭിച്ചിരുന്നു. അത് പ്രകാരം നിയമപ്രകാരമുള്ള ഒരു നടപടിയായാണ് ഈ കുട്ടികളെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിനെതിരെ ആണ് പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധിക്കുന്ന കുട്ടികളെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുൻപിലാണ് KSU MSF മാർച്ച് നടക്കുന്നത്. പ്രതികൾ പരീക്ഷ എഴുതുന്നതിലാണ് പ്രതിഷേധം. സമാനമായി കഴിഞ്ഞ ദിവസം SSLC പരീക്ഷ ആരംഭിച്ച ദിവസവും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോഴിതാ KSU MSF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. തിരിച്ചെത്താമൊരു ഇടവേളയ്ക്ക് ശേഷം